Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. എന്റെ വയലുകൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഇതഅത ഖൽബി എന്ന കരളിന്റെ കഷ്ണമാണ് മോളെ നീ എന്ന് പറയണമെങ്കിൽ എത്രത്തോളം ശുദ്ധിയുള്ള ജീവിതമായിരിക്കണം ആ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന് സമ്മാനിച്ചത് കേട്ടോ. ഞങ്ങൾ നാലാളുകൾ കൊണ്ടുപോയിട്ടാണ് ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രിയപ്പെട്ട രണ്ട് മക്കളുമുണ്ട്, പാവപ്പെട്ട ഞാനുമുണ്ട്. ഞങ്ങൾ നാലാളുകളും തോളിലേറ്റിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അതാ പ്രിയപ്പെട്ട ഭർത്താവും പ്രിയപ്പെട്ട മക്കളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ആരാണ് ഈ ഖബറിലേക്ക് വെക്കപ്പെടുന്നത്? ലോകം മുഴുവൻ ഖിയാമത്തെ പടക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണല്ലോ അല്ലാഹ്. ആ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ലോകത്ത് സർവ്വ സയ്യിദന്മാരുടെയും ഉമ്മ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഒക്കെ ഉമ്മയല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആരെയാണ് ഖബറെ സ്വീകരിക്കുന്നത് എന്ന് വല്ല ഓർമ്മയുമുണ്ടോ എന്ന് ചോദിച്ചു പോയി ഞാൻ. പറയാണ്, ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിയേണ്ട താമസം ഞാൻ അവിടുന്ന് ഒരു ശബ്ദം കേട്ടുപോയി. എന്താണ് ആ ശബ്ദം എന്നറിയോ? ഈ വീട് ഒരിക്കലും എന്റെ തറവാട് പറയേണ്ട വീടല്ല, ഇത് തറവാടിന്റെ മഹിമ പറയുന്ന വീടല്ല, മറിച്ച് ഈ വീട്ടിലേക്ക് പറയാനുള്ളത് സാലിഹായ അമല് കയ്യിലുണ്ടോ, അതല്ലാതെ ഇവിടെ രക്ഷപ്പെടൂല എന്നൊരു ശബ്ദം കേട്ടു എന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, നമുക്ക് എന്ത് തറവാടാണ് അതിന് പകരം പറയാനുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിൽ വെക്കുമ്പോൾ അവസ്ഥയെ ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് തറവാടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തറവാടിന് പകരം നമുക്ക് പറയാനുള്ളത്? ആരെ മകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ആരെ വാപ്പയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ആരുടെയെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥാനങ്ങൾ പറഞ്ഞതുകൊണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്ന ലോകമല്ല ഖബറാകുന്ന വീട് എന്നാണ് ഖബറിൽ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ താഴ്ത്തി വെക്കുന്ന സമയത്ത് പറഞ്ഞതെങ്കിൽ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ഇന്ന് ഞാൻ കിടക്കാൻ എന്റെ വീട്ടിലേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ വയല് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്ന് പറയാൻ നമുക്കറിയില്ല. പോകുന്ന വഴിയിൽ നമ്മുടെ മരണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കാൽനടയിൽ വന്ന നമ്മൾ ചിലപ്പോൾ മറ്റ് നാല് ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന് നമുക്ക് പറയാൻ അറിയില്ല. ഈ ലോകത്താണ് നമ്മൾ മറ്റുള്ളവനോട് അസൂയയായി, മറ്റുള്ളവരോട് ചെറുതായി കണ്ട്, മറ്റുള്ളവനെ ഈകേറ്റി, മറ്റുള്ളവരെ പോരായ്മകൾ നോക്കി നമ്മളെ ജീവിതത്തിലെ പോരായ്മകളെ കുറിച്ച് ഓർമ്മിക്കാതെ ആലോചിക്കാതെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ നമ്മളെക്കാൾ നാശം വിതച്ചവനാരാണ്? നമ്മളെക്കാൾ നഷ്ടം സമ്പാദിക്കുന്നവരാരാണ്? കേൾക്കുന്ന വിശ്വാസികളെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ജീവിതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ നാശം സമ്പാദിക്കുന്നവരാരാണ്? നമ്മളെക്കാൾ നഷ്ടം സമ്പാദിക്കുന്നവരാരാണ്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്ന ഉമ്മമാരെ, അവിടുന്ന് അവസാനം ഒരു ദിവസം കരയുന്നത് കണ്ടപ്പോ ചോദിച്ചില്ലേ, എന്തിനാണ് ഉമ്മ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയുണ്ട്, ആധുനിക യുഗത്തിൽ റിയലുകളുടെയും ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബ്സിന്റെയും പിന്നാലെ പോയി അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിക്കുന്ന പെങ്ങന്മാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആഖിറം മറന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പെണ്ണായ എനിക്കും അധികാരമുണ്ട് എന്ന് പറഞ്ഞു ആളുകൾക്കിടയിൽ അതാ നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയെടുത്ത് കാണിച്ച് നോക്കടോ എന്നെ, എന്നിട്ട് ലൈക്ക് അടിക്കടോ, എന്റെ ബഹുമാനം പറയടോ, എന്റെ ഭംഗി പറയടോ, എന്റെ ഭംഗി നോക്കിയിട്ട് ലവിന്റെ ചിഹ്നം അയച്ചു തരൂ എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന
ചൊല്ലുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് പറയുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും ഭൗതികമായ ചിന്തകളോ ഭൗതികമായ ആലോചനകളോ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സംസാരിക്കുന്ന ഏതോ ഉപദേശങ്ങളോ മറ്റോ കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിച്ച് കാമില ഈമാനോടെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാർ അത്തരക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ദിവസം കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? എന്തിനാണ് ഫാത്തിമ ഉമ്മ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? ജനങ്ങളെ, ഞാൻ മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ദിവസമുണ്ട്. ഇന്നാരും എന്നെ ആരെയോട് പിടിപ്പിക്കേണ്ടതില്ല, ഇന്നാരും എനിക്ക് വസ്ത്രമണിഞ്ഞു തരേണ്ടതില്ല, ഇന്നാരും എനിക്ക് വസ്ത്രമിട്ട് തരേണ്ടതില്ല. എനിക്ക് സ്വന്തത്തിൽ വസ്ത്രമിടാൻ കഴിയാതെ എന്നെ പുതപ്പിക്കുന്ന, എനിക്ക് വസ്ത്രമണിഞ്ഞു തരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എന്നറിയോ? എന്റെ ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള മയ്യത്തായി എന്നെ ചുരുട്ടിക്കെട്ടിയിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം സഹാബത്ത് എന്റെ ശരീരത്തിൽ അതാ ടൈറ്റാക്കി കെട്ടിയ മയ്യത്തിന്റെ കഫൻ തുണി നോക്കുമ്പോ എന്റെ ബോഡി ഷേപ്പ് കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കരഞ്ഞ ബീവിയാണ് സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നമ്മൾ ആരുടെയെങ്കിലും ഉപദേശങ്ങളോ ആരുടെയെങ്കിലും നിർദ്ദേശങ്ങളോ ഏതോ നിരീശ്വരവാദികളുടെ വാക്കുകളോ കേട്ടിട്ട് അതാണ് ലോകം എന്ന് ചിന്തിച്ച് അള്ളാന്റെ ദീനിനെതിരെ വിലങ്ങ് സംസാരിക്കുന്നവനായാൽ, അള്ളാന്റെ ദീനിന് വിലങ്ങ് പറയുന്നവനായാൽ, അള്ളാന്റെ ദീനിന് വില കൽപ്പിക്കാത്തവനായാൽ, കേൾക്കുന്ന പെങ്ങന്മാരെ ഫെമിനിസ്റ്റുകളാണെന്ന പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിസ്റ്റുകളാണെന്ന പേരിൽ ഞങ്ങൾ ഭയങ്കരന്മാരാണ് എന്ന് ചിന്തിച്ച് നീ മുന്നോട്ട് പോകുമ്പോ ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നിനക്ക് തടയാനും നിന്റെ മുന്നിൽ വരുന്ന പ്രയാസങ്ങൾ മാറ്റി നിർത്താനും കഴിയുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ, ഒരു സെക്കൻഡ് നിന്റെ പ്രയാസത്തെ മാറ്റിത്തരാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ നിനക്ക് ലോകത്ത് കാണിക്കാൻ സാധിക്കുമോ? മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെ വിശ്വസിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയി അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും നിഷേധിക്കുന്നവളുമായി വിരലുകടിക്കേണ്ട ഗതികേട് ആഖിറത്തിൽ സമ്പാദിക്കുന്ന പെങ്ങന്മാരായി. ഓ എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ മുസ്ലിം പെങ്ങന്മാരെ, ഒരിക്കലും നമ്മൾ അതപ്പതിച്ചു പോകരുത് എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ ഭരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മഹലായ ഫദ്ല് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹ് നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ.